പുതിയ SCERT 5ാം ക്ലാസ്സിലെ ബാക്കി ഭാഗം സോഷ്യൽ സയൻസിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. 7ാം ക്ലാസ്സിലെ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ ഗതാഗതങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ മനുഷ്യർക്കിടയിലുള്ള ഭൗതിക അകലം മറികടക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. മനുഷ്യർ തമ്മിലുള്ള അകലം കണക്കിലെടുത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫലപ്രദമായ സംവിധാനമാണിത്. ജനങ്ങളെയോ ചരക്കുകളെയോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഗതാഗതം സഹായകമാകുന്നു. ആശയവിനിമയത്തിൽ ഒരു ഉറവിടത്തിൽ നിന്ന് ആശയങ്ങളെയോ സന്ദേശങ്ങളെയോ മറ്റൊരിടത്തേക്ക് എത്തിക്കുന്നു. ഇനി വാഹനം. വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണങ്ങളാണ് വാഹനം എന്ന പദത്തിനർത്ഥം. ഈ ഒരു ചാപ്റ്ററിൽ അധികമൊന്നും അങ്ങനെയൊന്നും പഠിക്കാനായിട്ടില്ല. ഓക്കെ. 1976 സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് തടാകത്തിൻ്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയ ഏകദേശം 4500 അധികം പഴക്കമുള്ള ചക്രത്തിൻ്റെ ഭാഗങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. മേപ്പിൾ മരപ്പലകകൾ കൊണ്ട് നിർമ്മിച്ച ഈ ചക്രത്തിൻ്റെ ഭാഗം സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. മെസപ്പൊട്ടോമിയ. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസപ്പൊട്ടോമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നതായി കരുതപ്പെടുന്നു. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പട്ടയിൽ ചെമ്പാണി തറച്ച തരത്തിലായിരുന്നു. പിന്നീട് ഈജിപ്തുകാരും റോമക്കാരും ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്ന സ്ഥലം. യൂഫ്രട്ടീസ്, ടൈഗ്രിസ് എന്നീ നദികൾക്കിടയിലെ പ്രദേശമാണ് മെസപ്പൊട്ടോമിയ. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം. ഇത് PYQ ആണ്. മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം 2 നദികൾക്കിടയിലുള്ള പ്രദേശം. ഇനി ഗതാഗത മാർഗങ്ങൾ പലവിധമുണ്ട്. കരമാർഗം, ജലഗതാഗതം, വ്യോമഗതാഗതം. വ്യോമം തന്നെ ദേശീയ വ്യോമഗതാഗതമുണ്ട്, അന്തർദേശീയ വ്യോമഗതാഗതമുണ്ട്. ജലഗതാഗതത്തിൽ ഉൾനാടനുമുണ്ട്, സമുദ്രമാർഗമുണ്ട്. ഇനി കരമാർഗത്തിൽ പല വിധമുണ്ട്. റോഡ് ഗതാഗതം, റെയിൽ മാർഗം. ഓക്കെ. മക്കാദം റോഡുകൾ. 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക്കാദമാണ് ആധുനിക രീതിയിലെ റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോളൽ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ മക്കാദം റോഡുകൾ എന്നറിയപ്പെട്ടിരുന്നു. നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ പാതകൾ, സംസ്ഥാന പാതകൾ, ദേശീയപാതകൾ, എക്സ്പ്രസ് ഹൈവേകൾ എന്നിങ്ങനെ ബൃഹത്തായ റോഡ് ശൃംഖല നിലവിലുണ്ട്. ലോകത്തിലെ 2ാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയിലാണ്. ആദ്യത്തേന്ന് പറയുമ്പോൾ അമേരിക്കയിലാണ് ഏറ്റവും വലിയ റോഡ് ശൃംഖല. 2ാമത് ഇന്ത്യയിലാണ്. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ റോഡ് ഗതാഗതം പ്രധാന പങ്ക് വഹിക്കുന്നു. ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ. സുവർണ ചതുഷ്കോണം. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. സുവർണ ചതുഷ്കോണം ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയാണ് സുവർണ ചതുഷ്കോണം. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയാണ് സുവർണ ചതുഷ്കോണം. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. ഇത് കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 12 സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ സുവർണ ചതുഷ്കോണം കടന്നു പോകുന്നത്. 12 സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇനി വടക്ക് തെക്ക് ഇടനാഴി, കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. വടക്ക് തെക്ക് എന്ന് പറയുമ്പോൾ വടക്ക് ശ്രീനഗറിനെയും തെക്ക് കന്യാകുമാരിയെയും ബന്ധിപ്പിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറെന്ന് പറയുമ്പോൾ ഇടനാഴി സിൽച്ചാറിനെയും പോർബന്തറിനെയും ബന്ധിപ്പിക്കുന്നു. കിഴക്കുള്ള സിൽച്ചാറിനെയും പടിഞ്ഞാറുള്ള പോർബന്തറിനെയും ബന്ധിപ്പിക്കുന്നതാണ് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി. ഓക്കെ. അപ്പോൾ വടക്ക് തെക്ക് ശ്രീനഗർ, കന്യാകുമാരി, കിഴക്ക് പടിഞ്ഞാറ് സിൽച്ചാർ, പോർബന്തർ. റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. താരതമ്യേന ചിലവ് കുറവ്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്നു, ഹ്രസ്വദൂര യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യം. റെയിൽ ഗതാഗതം. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണ് റെയിൽ. ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആരംഭിച്ചത്. ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. 1825 ജോർജ് സ്റ്റീവൻസൺ ബ്രിട്ടനിലെ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. 1825 ജോർജ് സ്റ്റീവൻസൺ ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. ഇത് പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ധനമായി കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്തത് ഡീസൽ എഞ്ചിനും ഇലക്ട്രിക് എഞ്ചിനുമായി മാറി. അപ്പോൾ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചതാരാണ്? ജോർജ് സ്റ്റീവൻസൺ. ബ്രിട്ടനിലാണിത് വന്നത്. 1825 ഇംഗ്ലണ്ടിലെ
സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടു. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽ മാർഗം അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയിലാണ് റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബോംബെ മുതൽ താനെ വരെയാണ് റെയിൽപാത 1853. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബോംബെ മുതൽ താനെ വരെ 1853. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ബേപ്പൂര് തിരൂര് 1861. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂര് തിരൂര് 1861. മെട്രോ റെയിൽ വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽവേ സംവിധാനം നിലവിലുണ്ട്. റെയിൽ ഗതാഗതത്തിൻ്റെ മേന്മകൾ: കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം. കൂടുതൽ ചരക്ക് നീക്കത്തിന് സാധിക്കുന്നു. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇനി ജലഗതാഗതം. ജലഗതാഗതത്തിൽ കൂടുതലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്, സാധാ കാര്യങ്ങളാണ് പറയുന്നത്. മെസപ്പൊട്ടോമിയൻ ജനത വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലെയുള്ള ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. തുഴകളാലും നീളൻ കമ്പുകളാലും മുന്നോട്ട് നീക്കിക്കൊണ്ടു പോകുന്ന വിവിധ വലുപ്പത്തിലുള്ള ജലയാനങ്ങൾ ഇവർ നിർമ്മിച്ചിരുന്നു. ചരക്ക് നീക്കത്തിനും സഞ്ചാരത്തിനും ഈ ജലയാനങ്ങൾ ഉപയോഗിച്ചു. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോത്തലയിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ അതായത് ഡോക്ക് യാർഡിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ഗുജറാത്തിലെ ലോത്തൽ. ലോത്തലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസപ്പൊട്ടോമിയൻ മുദ്രകളിലും ബോട്ടിൻ്റെ രൂപങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. ഇത് അക്കാലത്ത് ജലഗതാഗതം നിലനിന്നിരുന്നതിൻ്റെ തെളിവാണ്. ജലഗതാഗതത്തെ ഉൾനാടൻ എന്നും സമുദ്രഗതാഗതം എന്നും രണ്ടായിട്ട് തിരിക്കാം. റെയിൽവേയുടെ കടന്നുവരവിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം. റെയിൽവേ വരുന്നതിന് മുമ്പ് ഉൾനാടൻ ജലഗതാഗതം ഇന്ത്യയിലുണ്ടായിരുന്നു. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചത്. പിൽക്കാലത്ത് ഇതിനായി കനാലുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതകൾ: കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത 3, കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ. കൊല്ലം കോട്ടപ്പുറം നമുക്കറിയാം, നാഷണൽ വാട്ടർവേ 3 കൊല്ലം കോട്ടപ്പുറം. ഇനി കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ കനോലി കനാൽ എന്ന് പറയുന്ന ഒരു കനാലുണ്ട്. റെയിൽ സംവിധാനം ശക്തിപ്പെടുത്തുന്നതുവരെ ചരക്കു നീക്കത്തിന് പ്രധാനമായും ഈ ജലപാതകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഉൾനാടൻ ജലപാതകൾ ഇന്ന് വൻതോതിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. ഇന്ത്യയുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനായി യൂറോപ്യർ ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകി. നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗം എന്ന നിലയിലാണ് യൂറോപ്യർ ആദ്യകാലങ്ങളിൽ കനാലുകൾ നിർമ്മിച്ചിരുന്നത്. ക്രമേണ ഇത്തരം കനാലുകൾ ജലയാത്രയ്ക്കായി കൂടുതൽ ഉപയോഗപ്പെടുത്തി. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലി കനാൽ, പാർവതി പുത്തനാർ കനാൽ തുടങ്ങിയവ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ധാരാളം കനാലുകളുണ്ട്. കനോലി കനാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി 1845, അതായത് 55-ൽ പുള്ളി മരിക്കുന്നതിന് 10 വർഷം മുന്നേ, 1845-ൽ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചു. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാത കനോലി കനാൽ എന്നറിയപ്പെട്ടു. അപ്പോൾ കനോലി കനാൽ എവിടെ തൊട്ട് എവിടം വരെ എന്ന് ചോദിച്ചാൽ കോഴിക്കോട് കൊടുങ്ങല്ലൂർ. പാർവതി പുത്തനാർ ഇത് ചോദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ വേളി, കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ കനാൽ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, വേളി, കഠിനംകുളം. മുൻകാലങ്ങളിൽ രാജ്യാന്തര യാത്രകൾക്കും ചരക്ക് നീക്കത്തിനും ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് സമുദ്ര ഗതാഗതത്തെ ആയിരുന്നു. കാറ്റിൻ്റെ ദിശാശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന
പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തം സമുദ്രഗതാഗതത്തെ മെച്ചപ്പെടുത്തി. അതോടെ മറ്റു ദേശങ്ങളിലേക്കുള്ള യാത്രകൾ വർദ്ധിച്ചു. ആവിയന്ത്രത്തിൻ്റെ കണ്ടെത്തലോടെ ആവിശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുകയും കടൽ യാത്ര കൂടുതൽ സുരക്ഷിതമാവുകയും ചെയ്തു. പിന്നീട് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കപ്പെട്ടു. സമുദ്ര ജലഗതാഗതം സാധ്യമാകുന്നത് തീരദേശ ജലപാതയിലൂടെയും അന്താരാഷ്ട്ര ജലപാതയിലൂടെയുമാണ്. രാജ്യത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾക്കിടയിൽ ചരക്കുകളെയും യാത്രക്കാരെയും കൊണ്ടുപോകുന്നത് തീരദേശ ജലപാതകൾ വഴിയാണ്. എന്നാൽ മറ്റ് രാജ്യങ്ങളുടെ തുറമുഖങ്ങൾക്കിടയിൽ ചരക്ക് നീക്കവും യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനും അന്താരാഷ്ട്ര ജലപാതയാണ് ഉപയോഗിക്കുന്നത്. കൂടുതലായി ഇറക്കുമതി, കയറ്റുമതി എന്നീ കാര്യങ്ങൾ ചെയ്യാനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്, അതായത് അന്താരാഷ്ട്ര ജലപാതകൾ. താരതമ്യേന ചെലവ് കുറവാണ്, മലിനീകരണം കുറവാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ മേന്മകൾ ജലഗതാഗതത്തിൻ്റെ. ഇനി വ്യോമഗതാഗതം. ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്നു ജാക്വസ് മോണ്ട് ഗോൾഫിയർ. നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണക്കുന്നതിനായി തൂക്കിയിട്ടിരുന്ന വസ്ത്രത്തിന് താഴെ തീ കൂട്ടി കത്തിക്കുകയായിരുന്നു ജാക്വസിൻ്റെ ഭാര്യ. ഉണങ്ങാൻ ഇട്ടിരുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നുയർന്ന് അദ്ദേഹത്തിൽ അതിശയം ഉളവാക്കി. ആ കാഴ്ച ജാക്വസിനെ ഏറെ ചിന്തിപ്പിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന് വിശ്രമമുണ്ടായിരുന്നില്ല. തൻ്റെ സഹോദരനായ ജോസഫ് മോണ്ട് ഗോൾഫിയറുമായി ചേർന്ന് ജാക്വസ് ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി. ചൂടുവായി നിറച്ച ആ ബലൂൺ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം ബലൂണിൻ്റെ കീഴ്ഭാഗത്ത് കുട്ട വെച്ച് പിടിപ്പിച്ച് സ്വന്തം വീട്ടിലെ കോഴി, താറാവ് എന്നിവയെ യാത്രക്കാരാക്കി. തുടർന്ന് ജാക്വസും ജോസഫും ആ ബലൂൺ വാഹനത്തിൽ പാരീസ് നഗരത്തിന് മുകളിലൂടെ അരമണിക്കൂർ പറന്നു. ഇതാണ് വ്യോമഗതാഗതത്തിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്, ജാക്വസും ജോസഫും. 1783 ഉണ്ടായ ഈ സംഭവമാണ് പിന്നീട് ആകാശയാത്രകൾക്ക് തുടക്കമിട്ടത്. ചൂടുവായു നിറച്ച ബലൂണുകളാണ് മനുഷ്യർ ആകാശയാത്രയ്ക്ക് ആദ്യം ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ വലിയ ബലൂണുകളിൽ നിറച്ച് ആകാശക്കപ്പലുകൾ നിർമ്മിച്ചു. തുടർന്ന് വേഗത കുറച്ച് താഴെ എത്താൻ സഹായിക്കുന്ന പാരച്യൂട്ടുകൾ കണ്ടുപിടിച്ചു. എന്നാൽ ഇവയൊന്നും മനുഷ്യർക്ക് സൗകര്യപ്രദമായി നിയന്ത്രിച്ച് ഉപയോഗിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് അമേരിക്കക്കാരായ ഓർവിറ്റ് റൈറ്റ്, വിൽബർ റൈറ്റ് എന്നീ സഹോദരന്മാരാണ്. റൈറ്റ് സഹോദരന്മാരെന്നറിയപ്പെടുന്നത് ഓർവില്ല് റൈറ്റും വിൽബർ റൈറ്റുമാണ്. ഇവർ നിർമ്മിച്ച വിമാനത്തിൻ്റെ പേര് ഫ്ലയർ 1 എന്നായിരുന്നു. ഫ്ലയർ 1 എന്നായിരുന്നു അതിൻ്റെ പേര്. അമേരിക്കയിൽ നോർത്ത് കരോലിനയിൽ നിന്ന് 1903 ഡിസംബർ 17-നാണ് ഫ്ലയർ പറന്നുയർന്നത്. 1903 ഡിസംബർ 17 ഫ്ലയർ 1 പറന്നുയർന്നത്. കാലക്രമേണ ഹെലികോപ്റ്ററുകൾ, ജെറ്റ് വിമാനങ്ങൾ, യാത്രാവിമാനങ്ങൾ, സൂപ്പർസോണിക് വിമാനങ്ങൾ എന്നിവ നിർമ്മിക്കാൻ മനുഷ്യർക്ക് സാധിച്ചു. രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂര യാത്രയ്ക്കായി വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു യാത്രാമാർഗമാണ് വ്യോമഗതാഗതം. ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനവും ഇത് തന്നെയാണ്. സൈനിക ആവശ്യങ്ങൾക്കായും വ്യോമഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലയർ 1 റൈറ്റ് സഹോദരന്മാർ ഏത് വർഷം? 1903 ഡിസംബർ 17-ന്. ഇന്ത്യയിലെ വ്യോമഗതാഗതം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത്. 1911 അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചു കൊണ്ടുപോകുന്ന വിമാനം പറന്നുയർന്നതോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ വർഷം 1911 അലഹബാദിൽ നിന്ന് നൈനിയിലേക്കാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത്. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യത്തെ സർവീസ് നടത്തി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയാണ് ടാറ്റ എയർലൈൻസ്. 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യത്തെ സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം എവിടെയാണ്? മുംബൈയിലെ ജുഹുവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം.
ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. വ്യോമഗതാഗതത്തിൻ്റെ മേന്മകൾ. ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗമാണ്. വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുകയും ഭൂമിയെ ഒരു ആഗോള ഗ്രാമമാക്കുകയും ചെയ്യുന്നു. ദേശീയ പ്രതിരോധത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ട് വരുന്ന ഡൽഹിയിലുള്ള വായുമലിനീകരണത്തിനെ കുറിച്ച് ഒരു ന്യൂസാണിത്. ഓക്കെ, വാഹനങ്ങളുടെ പെരുപ്പമാണ് ഈ പ്രത്യാഘാതങ്ങൾക്ക് കാരണം. വർദ്ധിച്ചു വരുന്ന ഗതാഗതക്കുരുക്ക്, വായുമലിനീകരണം, ശബ്ദമലിനീകരണം, ആരോഗ്യ പ്രശ്നങ്ങൾ, ഓക്കെ, ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇനി ആശയവിനിമയം. ഒരിടത്ത് നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരിടത്തേക്കോ മറ്റൊരാളിലേക്കോ കൈമാറുന്നതാണ് ആശയവിനിമയം. പ്രാചീന കാലം മുതൽ മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായി വ്യത്യസ്തങ്ങളായ ആശയവിനിമയ ഉപാധികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ആദിമ മനുഷ്യർ ശരീരമുഖചലനങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും ആശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് അവർ ദൂരസ്ഥലങ്ങളിൽ ഉള്ളവരുമായി ആശയം കൈമാറാൻ തീയും പുകയും അടയാളങ്ങളായി ഉപയോഗിച്ചു. ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുൻപാണ് മനുഷ്യർ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത് എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. പ്രാചീന കാലത്തെ ഗുഹകളുടെ ഭിത്തികളിൽ വരച്ച ചിത്രങ്ങൾ അക്കാലത്തെ ആശയവിനിമയത്തിന് ഉദാഹരണങ്ങളാണ്. ചിഹ്നങ്ങളും ചിത്രങ്ങളും ആശയപ്രകടനത്തിന് ഉപയോഗിച്ചു. പിന്നീട് അവർ ലിപികളും എഴുത്തുവിദ്യയ്ക്കും രൂപം നൽകി. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയത്. സുമേറിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. ക്യൂണിഫോം എന്ന പേരിൽ ഈ ലിപി അറിയപ്പെട്ടു. ഇവ കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. ചിത്രങ്ങളും എഴുതാൻ ഉപയോഗിച്ച പ്രതലം ഉപകരണം. ഇതൊന്നും അത്ര വലിയ പോയിൻ്റല്ല. ജസ്റ്റ് മതിലിലെ ശിലകളിലൊക്കെ ആണെങ്കിൽ കൂർത്ത കല്ലും കൊണ്ടും, ചെമ്പ് തകിടിലാണെങ്കിൽ ലോഹ എഴുത്താണി, താളിയോലയിൽ എഴുത്താണി, നാരായ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഇതൊക്കെ ആലോചിച്ച് കിട്ടുന്നതാണ്. ആദ്യകാലങ്ങളിൽ വാർത്തകളും സന്ദേശങ്ങളും ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് എത്തിക്കുന്നതിനായി കുതിരകളെയും നായകളെയും പക്ഷികളെയും ഉപയോഗപ്പെടുത്തിയിരുന്നു. വാർത്തകളും സന്ദേശങ്ങളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ മാർഗങ്ങളിലൊന്നാണ് ചിത്രത്തിലെ വിളംബരം. ചിത്രത്തിലെ വിളംബരം. അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ജർമ്മക്കാരനായ ഗുട്ടൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. അച്ചടിയുടെ വരവോടെ ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിക്കാൻ തുടങ്ങി. അപ്പോൾ അച്ചടി ആദ്യമായി കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. അച്ചടി യന്ത്രങ്ങൾ ജർമ്മക്കാരനായിട്ടുള്ള ഗുട്ടൻബർഗാണ് ഇരുമ്പച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്. ഗുട്ടൻബർഗിൻ്റെ അച്ചടി യന്ത്രം. സംക്ഷേപ വേദാർത്ഥം പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. തപാൽ സംവിധാനത്തിൻ്റെ കടന്നുവരവോടെ ആശയവിനിമയം വേഗത്തിലായി. ഗതാഗത രംഗത്തുണ്ടായ പുരോഗതിയും ആശയവിനിമയത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ആശയങ്ങളും സന്ദേശങ്ങളും വാർത്തകളും എത്തിക്കുന്നതിന് തപാൽ സംവിധാനം വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുണ്ടായ വികാസം ആശയവിനിമയ രംഗത്ത് വൻ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കി. ഇൻ്റർനെറ്റിൻ്റെയും അനുബന്ധ സേവനങ്ങളുടെയും കടന്നുവരവ് ആശയവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ആശയവിനിമയ രീതികൾ. വ്യക്തിഗത ആശയവിനിമയമുണ്ട്, ബഹുജന ആശയവിനിമയമുണ്ട്. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതിന് വ്യക്തിഗത ആശയവിനിമയം എന്ന് പറയുന്നു. അതായത് ലെറ്റർ, ടെലിഗ്രാഫ്, ടെലിഫോൺ, ഇമെയിൽ, മൊബൈൽ, ഇൻ്റർനെറ്റ്, ഫാക്സ് മെഷീനൊക്കെ. ഇനി ബഹുജന ആശയവിനിമയം എന്ന് പറയുന്നത് ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതാണ് ബഹുജന ആശയവിനിമയം. ഇതിനായി നമ്മൾ പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, തെരുവ് നാടകം, പൊതുയോഗം, സെമിനാർ വഴിയൊക്കെയാണ് ബഹുജന ആശയവിനിമയം നടത്തുന്നത്. ഇൻ്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതിക വിദ്യ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. വീഡിയോ കോൺഫറൻസ്, കോമേഴ്സിൽ എന്താ ചെയ്യുന്നത്, സാധനങ്ങളും സേവനങ്ങളും വിൽക്കുന്നു. ഇമെയിലിൽ എന്താ നമ്മൾ ചെയ്യുന്നത്, സന്ദേശങ്ങൾ അയക്കുക സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നു. ടെലിമെഡിസിൻ എന്താണത്, വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം
ആരോഗ്യരംഗത്ത് ഉപയോഗപ്പെടുത്തുന്നതാണ്. ഇതിൽ കൂടുതലായിട്ടൊന്നും അങ്ങനെയില്ല. ആധുനിക സമൂഹത്തിൻ്റെ രൂപീകരണത്തിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു. ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ വേഗത്തിലുള്ള വളർച്ച ലോക ജനതയ്ക്ക് ഒന്നിച്ചു ചേരാനുള്ള അവസരമാണ് ലഭ്യമാക്കുന്നത്. ഇത് ലോകത്തെ ഒരു ആഗോള ഗ്രാമമാക്കി മാറ്റുന്നു. സൗഹൃദപരമായ ഒത്തുചേരലിനും മാനവിക മൂല്യങ്ങൾ വളർത്തുന്നതിനും സഹായകരമായ രീതിയിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. നാടറിയാം. ആദ്യം തന്നെ ഒരു കവിതയാണ്. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദ മണൽത്തിട്ടാം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനും. അത് മാതൃവന്ദനം എന്ന കവിതയാണ്. വള്ളത്തോൾ നാരായണ മേനോൻ്റെ മാതൃവന്ദനത്തിലെ വരികളാണിത്. മാതൃവന്ദനം, വള്ളത്തോൾ നാരായണ മേനോൻ. കേരളത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് പറയുന്നത്, കേരളത്തിൻ്റെ കിഴക്ക് മലനിരകളും അതുപോലെ പടിഞ്ഞാറ് കടൽ തീരവും സമതലവും ആണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അറിയാവുന്ന പോയിന്റുകളാണ്. ഓക്കെ, കേരളത്തിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് അറിയാലോ. മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാടിൻ്റെ കാര്യങ്ങൾ. കേരളത്തിൻ്റെ ഭൂപ്രകൃതി. ഭൂപടത്തിൽ മലനാടിൻ്റെ സ്ഥാനം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതിയാണ് മലനാട്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവും ആയ പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 നദികളുടെ ഉത്ഭവം മലനാടിലാണ്. ഇനി ഇടനാട്. എഴുനാടിൻ്റെ സ്ഥാനം മലനാടിനും തീരപ്രദേശത്തിനും ഇടയ്ക്കാണ് ഇടനാട്. 7.5 മീറ്റർ തൊട്ട് 75 മീറ്റർ വരെയാണ് ഇടനാടിൻ്റെ ഉയരം. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിൻ്റെ സവിശേഷത. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിൻ്റെ സവിശേഷത. അടുത്ത തീരപ്രദേശം. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണിത്. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. കേരളത്തിൻ്റെ കാലാവസ്ഥ. ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം. പ്രധാനമായി 2 തരം കാലാവസ്ഥയാണുള്ളത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം. രണ്ടാമത്തത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് നിന്നാണ്. കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ് വേനൽക്കാലം. ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു. ഓക്കെ, അപ്പോൾ വേനൽക്കാലം മാർച്ച് തൊട്ട് മെയ് വരെ. ഈ മൺസൂണിനെ കുറിച്ച് പറയുന്നുണ്ട്. മൺസൂണിൻ്റെ മീനിങ് ഇതാണ്. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. ജൂൺ തൊട്ട് സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. കടലിൽ നിന്ന് വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട നിരകൾ തടഞ്ഞു നിർത്തുന്നു. ഇതിൻ്റെ ഫലമായി കേരളം ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിൽ ഈ മഴക്കാലം കാലവർഷം എന്നറിയപ്പെടുന്നു. അപ്പോൾ ജൂൺ തൊട്ട് സെപ്റ്റംബർ കഴിഞ്ഞു. ഇനി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർവിപരീത ദിശയിൽ വടക്ക് കിഴക്ക് നിന്ന് വീശുന്നു. ഈ കാറ്റുകൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാകുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്നറിയപ്പെടുന്നു. അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ട് ശ്രദ്ധിക്കും. മണ്ണേ നമ്പിയിലെ ലയ്യ. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലവും വായുവും പോലെ പ്രാധാന്യമുള്ളതാണ് മണ്ണ്. മണ്ണും മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത്. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല, അവയെ ആശ്രയിക്കുന്ന ജീവികളുമില്ല. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പുസ്തകത്തിൽ മണ്ണുണ്ടാകുന്നത് എങ്ങനെയെന്ന് പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം
എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് പ്രധാന കാരണമാകുന്നു. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരും. ചെങ്കൽ മണ്ണ്, അതായത് ലാറ്ററൈറ്റ് മണ്ണ്, നമ്മുടെ ഇവിടുത്തെ മണ്ണ് ലാറ്ററൈറ്റ്, പിന്നെ ചെമ്മണ്ണ് അഥവാ റെഡ് സോയിൽ, എക്കൽ മണ്ണ് അഥവാ അലൂവിയൽ സോയിൽ, വനമണ്ണ് എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. മണ്ണ് സംരക്ഷണ മാർഗങ്ങൾ. ഓക്കെ, കല്ലു കയ്യാല, തട്ട് കൃഷി, കയർ ഭൂവസ്ത്രം, കണ്ടൽക്കാടുകൾ. മണ്ണ് സംരക്ഷണ മാർഗങ്ങളുടെ ചിത്രങ്ങളാണ്. കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കുക, കയർ ഭൂവസ്ത്രം, പിന്നെ തട്ട് കൃഷി, കല്ല് കയ്യാല. ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നു. അപ്പോൾ ഡിസംബർ 5 ലോക മണ്ണ് ദിനം. കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോടുകൂടി ചെരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റേത്. സഹ്യപർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു. ഇവ കൂടാതെ നിരവധി തടാകങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിൽ 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ഇവയിൽ 3 കിഴക്കോട്ടും 41 പടിഞ്ഞാറോട്ടുമാണ്. 2 മഴക്കാലങ്ങളിലൂടെ നമ്മുടെ ജലാശയങ്ങൾ സമ്പന്നമാകുമെങ്കിലും മഴക്കാലം കഴിയുന്നതോടെ അവ പലതും വറ്റിപ്പോകാറുണ്ട്. അപ്പോൾ ജലസംരക്ഷണത്തിൻ്റെ മാർഗങ്ങൾ: മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയണ, പുതയിടൽ എന്നിവയാണ് ജലസംരക്ഷണ മാർഗങ്ങൾ. ഓക്കെ, ഇനി ചില പദ്ധതികളുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്ന പദ്ധതി ഹരിത കേരള മിഷൻ്റെ പദ്ധതിയാണ്. ഇനി ഞാൻ ഒഴുകട്ടെ. മാലിന്യമുക്ത നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പദ്ധതിയാണ്. അതുപോലെ തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പദ്ധതി. ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാരിൻ്റെ. ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരള മിഷൻ. മാലിന്യമുക്ത നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ. തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ. ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാരിൻ്റെ. ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും കൃഷിയെ സ്വാധീനിക്കുന്നു. ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നു. പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമാണ്. ഇടുക്കി ജില്ലയിൽ മൂന്നാർ, പീരുമേട്, വയനാട്ടിലും മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിൽ പൊന്മുടിയിലും തേയില ചെയ്യുന്നുണ്ട്. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യമൊരുക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചെരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യമൊരുക്കുന്നു. ഭൂപ്രകൃതിയും മണ്ണിൻ്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു. ഏറ്റവും വിളവൈവിധ്യമുള്ള മേഖല ഇടനാടാണ്. മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴക്കൃഷിയും റബ്ബറും വ്യാപകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. തീരപ്രദേശത്തെ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ് സമൃദ്ധമായി വളരുന്ന ഇവിടുത്തെ ഉപ്പരസമുള്ള മണ്ണ് സഹായകമാണ്. കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ തീരദേശങ്ങളിൽ നെല്ലും തെങ്ങും, ഇടനാട്ടിൽ മരച്ചീനി, റബ്ബർ, ചേന, ചേമ്പ്. ഓക്കെ, ഇവിടെ വിളവെടുപ്പ് മാസത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. വിഷുവിനാണ് വിളവെടുക്കുന്നത്. ഓക്കെ, ഇനി കേരളത്തിലെ തൊഴിൽ വൈവിധ്യം. അതായത് ആ പ്രദേശത്തെ മനുഷ്യവിഭവശേഷിയും അവിടുത്തെ പ്രകൃതി വിഭവങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടുത്തെ തൊഴിൽ സംസ്കാരമൊക്കെ രൂപപ്പെട്ട് വരിക എന്നാണ് പറയുന്നത്. കായലോരങ്ങളിലും തൊണ്ടുതല്ലലും അതുപോലെ കയറ് പിരിക്കലും കുട്ടനാട്ടിലെ നെൽകൃഷിയും ഇതിന് ഉദാഹരണമാണ്. താറാവ് വളർത്തലൊക്കെ. ഓക്കെ, തൊഴിലും ഭൂപ്രകൃതി. ആ ഭൂപ്രകൃതിക്ക് ഇണങ്ങിയിട്ടാണ് അവിടുത്തെ തൊഴിലും
അങ്ങനത്തെ തൊഴിൽ സംസ്കാരങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയും മെച്ചപ്പെട്ട സാമൂഹിക ഭൗതിക സാഹചര്യങ്ങളും ആധുനിക സാങ്കേതിക വിദ്യകളും ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിലുകളിൽ മാറ്റങ്ങളുണ്ടാക്കി. ഇതിലൊന്നും വലിയ പോയിന്റില്ല. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. 2004 ഒന്ന് സുനാമി, ഇതൊക്കെ എക്സാമ്പിളാണ്. കവളപ്പാറ ഉരുൾപൊട്ടൽ 2019. കവളപ്പാറ 2019. മലപ്പുറം അല്ലേ, കവളപ്പാറ മലപ്പുറം 2019 കേട്ടോ. പെട്ടിമുടി 2019. 2020 പെട്ടിമുടി ഇടുക്കിയാണ്. അപ്പോൾ 2019 കവളപ്പാറ മലപ്പുറം, പെട്ടിമുടി 2020 ഇടുക്കി. ഇനി കുറച്ച് മുന്നൊരുക്കങ്ങൾ പറയുന്നുണ്ട്. ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം എന്ന് വെച്ചാൽ ദുരന്തം വരുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുക. ദുരന്ത സാധ്യത മേഖലകളിൽ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുക. ഇത് നടക്കുന്നതിന് മുൻപ്, പ്രശ്നം നടക്കുന്നതിന് മുമ്പ്. അടുത്തത് ദുരന്ത സമയത്ത്. ഇതവിടെ ഉരുൾപൊട്ടൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക. ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക. ഇതൊക്കെ ദുരന്ത സമയത്ത്. ഇനി ദുരന്തം കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുക. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ഇനി പ്രകൃതി ദുരന്തങ്ങളും നിവാരണങ്ങളും ലഘൂകരിക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെ വകുപ്പാണെന്ന് ഒരു 5 വകുപ്പ് പറയുന്നുണ്ട്. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, ആ പേരിൽ തന്നെയുണ്ട് ദുരന്ത നിവാരണം എന്ന്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ഇനി ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്. അടുത്തത് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. പെട്ടെന്ന് ആവശ്യമുള്ള കണ്ടന്റ് മാത്രമേ വായിക്കുന്നുള്ളൂ. ഇനി ഈ ഒരു ചാപ്റ്റർ തുല്യതയിലേക്ക്. ആദ്യൊരു ചാപ്റ്റർ പറഞ്ഞില്ലേ, പീലിയുടെ ഗ്രാമം, അതുമായി ബന്ധപ്പെട്ട 2 ചാപ്റ്ററുകളാണ് ഇനിയുള്ളത്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ആ ചാപ്റ്ററിൽ ആ പീലിയുടെ ഗ്രാമത്തിൽ പോയിട്ട് തിരിച്ചു വന്ന പിള്ളേർ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ കുറച്ച് പദ്ധതികൾ വരുന്നുണ്ട്. സാമ്പത്തിക അസമത്വം എന്ന് വെച്ചാൽ, സാമ്പത്തിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിൽ സമ്പത്ത്, വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇത് സാമ്പത്തിക അസമത്വം എന്ന് കുറേ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. ഇനി മിശ്രഭോജനം. ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി സമരങ്ങൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ കേരളത്തിൽ നടന്നിരുന്നു. ഓക്കെ, സഹോദരനയ്യപ്പൻ്റെ മിശ്ര ഭോജനം നമ്മൾ പഠിച്ചതാണ്. അതിനു മുമ്പ് അയ്യ വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനം മുതൽ നിരവധി സമരങ്ങളാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികൾ, മിശ്രഭോജനം സഹോദരനയ്യപ്പൻ. വർഷം 1917, എറണാകുളം ജില്ലയിലെ ചെറായിൽ. മേൽമുണ്ട് സമരം നമുക്കറിയാം. അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരുന്നു. എന്നിട്ടും മേൽജാതിക്കാർ എന്ന് കരുതപ്പെടുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ കീഴ്ജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചമി എന്ന പേരുള്ള ദളിത് ബാലികയുടെ കൈപിടിച്ച് ഊരൂട്ടമ്പലം സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകാൻ അയ്യങ്കാളി ആവശ്യപ്പെട്ടത്. ഊരൂട്ടമ്പലം ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതാണ്. പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികാരികൾ നിർബന്ധിതരായെങ്കിലും അന്ന് രാത്രി തന്നെ മേൽജാതിക്കാർ സ്കൂളിന് തീയിട്ടു. കത്തിക്കറിഞ്ഞ ബെഞ്ചിൻ്റെയും മറ്റുപകരണങ്ങളുടെയും അവശേഷിപ്പുകൾ സ്കൂൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്കൂളിൽ ഇന്നറിയപ്പെടുന്നത് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്നാണ്. സാമൂഹികമായ എല്ലാ ജനവിഭാഗങ്ങളും തുല്യരല്ലാത്ത അവസ്ഥയാണ് സാമൂഹിക അസമത്വം. പദവി, അവകാശങ്ങൾ, അവസരങ്ങൾ
എന്നിവയിൽ തുല്യമല്ലാത്ത അവസ്ഥയാണ് സാമൂഹിക അസമത്വം. ഇതെന്നെ റിപ്പീറ്റ് പറയുന്നതാണ്. സാമൂഹിക അസമത്വത്തിനുള്ള കാരണങ്ങളും സ്വാധീനിക്കുന്ന ഘടകങ്ങളും. സാമ്പത്തിക അസമത്വം, അതിൻ്റെ ഘടകങ്ങൾ വരുമാനത്തിലുള്ള വ്യത്യാസം, ശമ്പളത്തിലുള്ള വ്യത്യാസം, തൊഴിലില്ലായ്മ, വിഭവങ്ങളുടെ ലഭ്യതയിൽ കുറവ്, ഇതൊക്കെയാണ് സാമ്പത്തിക അസമത്വത്തിൻ്റെ ഘടകങ്ങൾ. വിദ്യാഭ്യാസ അസമത്വം, പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങൾ, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം, ഇതൊക്കെ വിദ്യാഭ്യാസ അസമത്തിൻ്റെ ഘടകങ്ങളാണ്. ഇനി സാമൂഹിക ഘടനകൾക്കുള്ളിലെ അസമത്വം, സാമൂഹിക വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വം, പിന്നെ ജാതി, മത, വംശലിംഗ ഭിന്നശേഷി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങൾ, ഇതൊക്കെയാണ് സാമൂഹിക ഘടനയ്ക്കുള്ളിലെ അസമത്വം എന്ന് പറയുന്നത്. ഇനി ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ എന്ന് പറയുന്നത് ഗ്രാമം, നഗരം അങ്ങനെയുള്ള വ്യത്യാസം. ഇനി വിഭവങ്ങളുടെ ലഭ്യത കുറവ്, കൂടുതൽ, അങ്ങനെ വരുന്ന മാറ്റങ്ങളൊക്കെ. ചരിത്രപരമായ ഘടകങ്ങൾ, കോളനിവൽക്കരണം, അടിമത്തം, അടിച്ചമർത്തലുകൾ, ഇതൊക്കെയാണ് ചരിത്രപരമായ ഘടകങ്ങൾ. എല്ലാ ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുമ്പോഴാണ് സാമൂഹിക പുരോഗതി സാധ്യമാകുന്നത്. സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കുന്നതിനുള്ള സർക്കാർ ഇടപെടലുകൾ, ഇവിടെ തൊട്ടാണ് പദ്ധതികൾ വരുന്നത്. അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യ സുരക്ഷ, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാകുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് ക്ഷേമ പെൻഷനുകൾ. സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് ക്ഷേമ പെൻഷൻ. അതാർക്കൊക്കെ കിട്ടും? മുതിർന്ന പൗരർ, അതായത് 60 വയസ്സ്, ഭിന്നശേഷിക്കാർ, വിധവകൾ, 50 വയസ്സിന് മുകളിലുള്ള വിവാഹം കഴിയാത്ത സ്ത്രീകൾ, പിന്നെ കർഷക തൊഴിലാളികൾ, ഇവർക്കൊക്കെയാണ് ക്ഷേമ പെൻഷൻ കിട്ടുക. ഇനി അസമത്വം പരിഹരിക്കാനുള്ള മാർഗങ്ങളൊക്കെയാണ് പൊതുവിതരണ കേന്ദ്രം, മാവേലി സ്റ്റോർ, നീതി സ്റ്റോറൊക്കെ. സബ്സിഡി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് സബ്സിഡി. നേരിട്ടോ അല്ലാതെയോ സബ്സിഡി നൽകാം. പണമായി നൽകുന്ന പിന്തുണ എന്ന് പറയുന്നത് നേരിട്ടുള്ള സബ്സിഡിയാണ്. നികുതി കുറയ്ക്കുക, വായ്പകൾ കുറഞ്ഞ പലിശയിൽ കൊടുക്കുക, ഇതൊക്കെയാണ് പരോക്ഷമായിട്ടുള്ള സബ്സിഡി. ദാരിദ്ര്യ ലഘൂകരണത്തിനും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനുമായി നിരവധി പദ്ധതികളും പരിപാടികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പിലാക്കി വരുന്നുണ്ട്. അവയിൽ ഒരു എക്സാമ്പിളാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഇതിലൊരു പോയിൻ്റ് ഉണ്ട്. ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും, ഗ്രാമത്തിലാട്ടോ, നഗരത്തിലല്ല, ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ലൈഫ് മിഷൻ നമുക്കറിയാം, വീട് വയ്ക്കുന്നത്. കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും, ഭവനം പൂർത്തിയാകാത്തവർക്കും, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായുള്ള ലൈഫിൻ്റെ ലക്ഷ്യം. കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. തീരമൈത്രി അറിയാൻ പറ്റും. മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുകയാണ് ഈ ചെറുകിട പദ്ധതിയുടെ ലക്ഷ്യം. കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹ്യ സാമ്പത്തിക ശാക്തീകരണമാണ് ഉറപ്പാക്കുന്നത്. അത് തീരമൈത്രി. അടുത്ത കൈവല്യ. ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ കൈവല്യ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്കുള്ള പദ്ധതിയാണ്. വിദ്യാവാഹിനി. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞുപോക്ക് തടയുക എന്നതാണ് ലക്ഷ്യം.
ജനനി ജന്മരക്ഷ. ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. ഗോത്രവർഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. പ്രതിഭാ തീരം. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതിഭാ തീരം. തീരദേശ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിയാണ് പ്രതിഭാ തീരം. ഗോത്രബന്ധു. ഗോത്രവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്രവിഭാഗക്കാരെ പ്രൈമറി സ്കൂളിൽ അധ്യാപകരാക്കി നിയമിക്കുന്ന പദ്ധതിയാണ് ഗോത്രബന്ധു. ഓരോ ബന്ധുക്കളെ തന്നെ പഠിപ്പിക്കാനായിട്ട് അധ്യാപകരാക്കുന്ന പദ്ധതിയാണ് ഗോത്രബന്ധു. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഇനി അവസാനത്തെ ചാപ്റ്ററാണ്, അവസാനത്തല്ല 10ാമത്തെ ചാപ്റ്ററാണ് വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. പീലിയുടെ ചാപ്റ്ററിനെ പറ്റി തന്നെ. ഇതിലെ കുറേ കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സൂര്യനൊരു നക്ഷത്രമാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് നടക്കുന്ന നക്ഷത്രമാണ് സൂര്യൻ. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ടാണ്? നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായ ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു. ഇതാണ് മിന്നിത്തിളങ്ങാൻ കാരണം. ഓക്കെ, സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. ഇനി ഗ്രഹങ്ങളും അതിൻ്റെ സവിശേഷതകളും കൊടുത്തിട്ടുണ്ട്. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹമാണ് ബുധൻ. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. ഏറ്റവും ചൂട് കൂടിയത് ശുക്രനാണ്. ജീവൻ നിലനിൽക്കുന്നത് നീലഗ്രഹമായിട്ടുള്ള നമ്മുടെ ഭൂമി. ചുവന്ന ഗ്രഹം ചൊവ്വ. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. സെക്കൻഡ് വലുത് ശനി. വ്യാഴം കഴിഞ്ഞ ഏറ്റവും വലുത് ശനിയാണ്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞതും ശനിയാണ്. ഏറ്റവും തണുത്ത ഗ്രഹം യുറാനസ്. ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് യുറാനസ് ആണ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൂര്യന് ചുറ്റുമുള്ള 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ എന്നിവ ചേർന്നാണ് സൗരയൂഥം. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് നിക്കോളസ് കോപ്പർനിക്കസ്. പോളണ്ടുകാരനായ കോപ്പർനിക്കസ് ആണ് സൂര്യനാണ് കേന്ദ്രമെന്ന് ആദ്യമായിട്ട് പറയുന്നത്. സൗരയൂഥം ഉൾപ്പെടുന്ന നമ്മുടെ ഗാലക്സി അറിയപ്പെടുന്നതാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ. വാൽനക്ഷത്രങ്ങൾ. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽനക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽനക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോട് അടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. ക്ഷുദ്രഗ്രഹങ്ങൾ. ഇത് ചോദിച്ചിട്ടുണ്ട്. ക്ഷുദ്രഗ്രഹങ്ങളുടെ സ്ഥാനം. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. അടുത്ത കുള്ളൻ ഗ്രഹങ്ങൾ. സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളേക്കാൾ ചെറുതും ഗോളാകൃതിയിലുമുള്ള വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ. ഉൽക്കകൾ. ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ, അതായത് മീറ്ററോയിഡ്. ഓക്കെ, രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിത്തീരുന്നു. പ്രാദേശികമായി ഇവ കൊള്ളിമീനുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപാതത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. അടുത്തൊരു പോയിന്റ് നോക്കണേ. നക്ഷത്രമാസം. എന്താണ് നക്ഷത്രമാസം? ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടിവരും. 27.3 ദിവസം വേണ്ടിവരും. നമ്മുടെ ഭ്രമണപഥം ദീർഘവൃത്താകൃതിയിലാണ് ഭ്രമണപഥം ഉള്ളത്. ഓക്കെ, സുനിത വില്യംസിൻ്റെ ഒരു കോട്ടുണ്ട്.
ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി എനിക്ക് തോന്നി. ബഹിരാകാശ നിലയത്തിൻ്റെ ജനാലിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്കത് നോക്കിക്കാണാനായി. ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞത് സുനിത വില്യംസ് ആണ്. ബഹിരാകാശം ഒരു ജ്യോതിർഗോളത്തിൻ്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി. ഭൂമിക്ക് സവിശേഷമായ ഒരു ഗോളാകൃതിയാണ്. എങ്ങനെ? ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണത്. ഇതിന് ജിയോയിഡ് എന്നാണ് പറയുന്നത്. ജിയോയിഡ് എന്ന വാക്കിനർത്ഥം ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം. ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്ന് വിശ്വസിച്ചിരുന്നു. ഗ്രീക്ക് തത്വചിന്തകരായ തെയിൽസും പൈതഗോറസും അരിസ്റ്റോട്ടിലും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. പിൽക്കാലത്ത് മഗല്ലൻ എന്ന നാവികൻ്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. ഈ പോയിന്റ് നോക്കണം. മഗല്ലൻ കപ്പൽ യാത്രയിലൂടെ ഭൂമിക്ക് ഉരുണ്ട ആകൃതിയാണെന്ന് തെളിയിച്ചു. അന്തരീക്ഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം. നമുക്ക് അറിയാവുന്ന പോയിന്റ്. ഇനി ഭൂമി ഭ്രമണം ചെയ്യുന്നത് ഏത് ദിശയിലാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതിനാലാണ് സൂര്യൻ കിഴക്കുദിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എത്ര സമയം വേണം? നമ്മൾ 24 മണിക്കൂർ എന്ന് പറഞ്ഞാലും 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡാണ് ഉള്ളത്. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡാണ് ഉള്ളത് ഭ്രമണത്തിന്. ഭ്രമണം ചെയ്യുന്നതിനോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാരപാതയിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ഇതാണ് പരിക്രമണം. സൂര്യനെ ചുറ്റുമ്പോൾ അതിന് പരിക്രമണം എന്ന് പറയുന്നു. സൂര്യന് ഒരു തവണ ചുറ്റാൻ എത്ര ദിവസം വേണം? 365.4 ദിവസം വേണം. 365.4 ദിവസം വേണം. ഓക്കെ. പരിക്രമണത്തിൻ്റെ ഫലമായാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത്. ഭ്രമണം മൂലം രാത്രി പകലും, പരിക്രമണം മൂലം ഋതുക്കളും. ഓക്കെ. പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജ്ജത്തിൻ്റെ ഏറ്റക്കുറച്ചിലുമാണ് ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. എന്താണ് വെതർ? എന്താണ് ക്ലൈമറ്റ്? ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷാവസ്ഥയാണ് അന്തരീക്ഷ സ്ഥിതി. നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവയാണ് ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ക്ലൈമറ്റ് എന്താ? ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ. ഓക്കെ. ദീർഘകാലം ഒരു സ്ഥലത്ത് അനുഭവപ്പെടുന്ന വെതറിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. SK പൊറ്റക്കാടിൻ്റെ പാതിരാസൂര്യൻ്റെ നാട്ടിൽ എന്ന് പറയുന്നതിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. പാതിരാസൂര്യൻ്റെ നാട്ടിൽ അഥവാ നോർവേയിൽ പോയ കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് SK പൊറ്റക്കാടിൻ്റെ പാതിരാസൂര്യൻ്റെ നാട്ടിൽ. അവിടെ 6 മാസം പകലും 6 മാസം രാത്രിയുമായിരിക്കും. യൂറോപ്പിൻ്റെ വടക്ക് ഭാഗത്താണ് നോർവേ സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞ് മൂടിക്കിടക്കുന്ന കാലാവസ്ഥയാണ് അവിടെ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇഗ്ലു നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ധ്രുവപ്രദേശങ്ങളിലെ ഇന്യൂട്ടുകൾ അഥവാ എക്സിമോകൾ എന്നറിയപ്പെടുന്ന ആൾക്കാർ താമസിക്കുന്ന മഞ്ഞുകൊണ്ടുള്ള വീടാണ് ഇഗ്ലു. ഓക്കെ. അവിടുത്തെ ആൾക്കാരെ എക്സിമോ അല്ലെങ്കിൽ ഇന്യൂട്ട് എന്ന് പറയും. അവിടുത്തെ സസ്യങ്ങളെന്ന് പറയുന്നത് പന്നൽ, പായൽ പോലത്തെ സസ്യങ്ങളാണ്. ഈ വലിക്കുന്ന ഈ വണ്ടിനെ പറയുന്നതാണ് സ്ലെഡ്ജുകൾ. ഈ പട്ടികളെ കൊണ്ട് വലിപ്പിക്കുന്ന ഈ വണ്ടികളെ പറയുന്നതാണ് സ്ലെഡ്ജുകൾ. ഓക്കെ. അടുത്ത മരുഭൂമിയെക്കുറിച്ചാണ്. ഇവിടെ പകൽ സമയം ഭയങ്കര ചൂടും രാത്രി ഭയങ്കര തണുപ്പുമായിരിക്കും. വരൾച്ചയും മണൽക്കാറ്റുകളും മരുഭൂമിയുടെ സവിശേഷതയാണ്. പ്രധാനമായിട്ട് സഞ്ചരിക്കുന്നത് ഒട്ടകങ്ങളാണ് അവിടെ. ഓക്കെ. ഒട്ടകങ്ങൾ. ചെറിയ ചെറിയ പോയിന്റുകളേ ഉള്ളൂ. അന്തരീക്ഷത്തിൻ്റെ താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് കാലാവസ്ഥ വ്യതിയാനമായി കണക്കാക്കുന്നത്.
കാലാവസ്ഥ മാറ്റം ഭൂമിയിൽ സാവധാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. കാലാവസ്ഥയിൽ നേരിയ തോതിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലും പ്രകൃതിയെ സാരമായി ബാധിക്കുന്നു. ഓക്കെ, കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ. ഇത് ജസ്റ്റ് കേട്ട് വെച്ചേക്കുക, മനസ്സിലാക്കി വെച്ചേക്കുക. കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതം: ആഗോള താപനില ഉയരുന്നു, സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും, കാലം തെറ്റി വരുന്ന മഴയുടെ ഏറ്റക്കുറച്ചിൽ, തോതിലുള്ള ഏറ്റക്കുറച്ചിൽ, വരൾച്ച, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകൽ. ഇതൊക്കെയാണ് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ. അനിയന്ത്രിതമായി പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗവും അശാസ്ത്രീയമായ നിർമ്മാണങ്ങളും ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. മനുഷ്യരുടെ അശാസ്ത്രീയമായ പല നിർമ്മാണങ്ങളും പ്രവർത്തനങ്ങളും കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഈ വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വിഷവാതകങ്ങൾ, വനനശീകരണം, ഇതൊക്കെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും പല വിധത്തിൽ ബാധിക്കുന്നുണ്ട്. പല ജീവജാലങ്ങളുടെയും വംശനാശത്തിനും ഇത് കാരണമായിട്ടുണ്ട്. ഓക്കെ, ഹരിത കേരള മിഷൻ. ഹരിത കേരള മിഷൻ്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. മണ്ണ്, ജലം സംരക്ഷിക്കുക, ശുചിത്വം, മാലിന്യ സംസ്കരണം, പോരാത്തതിന് ജൈവ കൃഷി, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഹരിത കേരള മിഷൻ. ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയവ ഹരിത കേരള മിഷൻ്റെ കർമ്മ പരിപാടികളാണ്. അപ്പോൾ മണ്ണ്, ജല സംരക്ഷണവും ഉണ്ട്, ശുചിത്വവും മാലിന്യ സംസ്കരണവും ഉണ്ട്, ജൈവ കൃഷിയും ഉണ്ട് ഹരിത കേരള മിഷൻ്റെ. അവരുടെ വീട്ടിൽ വന്നിട്ട് കളക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ആപ്പാണ് ഹരിതമിത്രം. ഇനി നിയമവും സമൂഹവും. ഇത് ചെറിയ ചാപ്റ്ററാണ്. നിയമത്തിന് നമ്മൾ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയ ചാപ്റ്റർ. സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം. നിയമങ്ങൾ പ്രധാനമായി രണ്ട് രീതിയിലാണ് രൂപപ്പെട്ടിട്ടുള്ളത്. സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെട്ട നിയമങ്ങൾ, പണ്ടത്തെ വഴക്കങ്ങളില്ലേ, അതിനനുസരിച്ച് രൂപപ്പെട്ട നിയമങ്ങൾ, എഴുതി വയ്ക്കാത്ത നിയമങ്ങൾ. ഇനി വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി നമ്മുടെ ഇപ്പോഴത്തെ ഭരണഘടന അനുസരിച്ച് രൂപം കൊണ്ട നിയമങ്ങൾ. പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം വഴക്കങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതാണ്. എന്താണ് സാമൂഹിക വഴക്കങ്ങൾ? ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയിലൂടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത്. ഇതൊന്നും എഴുതപ്പെടാത്തതാണ്. രാഷ്ട്രത്തിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ. ഇത് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പഴയ സ്റ്റേറ്റിൽ കുറച്ചും കൂടി പോയിൻ്റ് ഉണ്ട്, ഇതിനകത്ത് കുറച്ചേ പോയിൻ്റ് ഉള്ളൂ. വിവരസാങ്കേതിക വിദ്യാ നിയമം, അതായത് IT ആക്ട് 2000 കുറിച്ചാണ് പറയുന്നത്. വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിന് നിലവിൽ വന്ന നിയമമാണ് IT ആക്ട് 2000. ഓക്കെ, ഇനി കുറച്ച് കുട്ടികളുടെ നിയമങ്ങളാണ്. ബാലവേല നിരോധന നിയമം 1986. ബാലവേല എന്ന് പറയുമ്പോൾ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കുന്നത് കുറ്റകരമാണ്. 14 വയസ്സിൽ താഴെ, അതാണ് ബാലവേല വരുന്നത്. വർഷം 1986. അടുത്ത വിദ്യാഭ്യാസ അവകാശ നിയമം 2009. അതിൽ പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം 2009. അത് നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. അടുത്ത ബാലാവകാശ സംരക്ഷണ കമ്മീഷനുകൾ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാനതല ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട്. ബാലനീതി നിയമം, ഇത് നോക്കിയ വർഷം. ബാലനീതി നിയമം 2015. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം 2015. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യിക്കുക
ലഹരി വസ്തുക്കൾ നൽകുക, അതിൻ്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയ ഈ നിയമമനുസരിച്ച് ശിക്ഷാർഹമാണ്. ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഈ കമ്മീഷനെ സമീപിക്കുക. ഈ ആക്ട് പ്രകാരം കേസെടുക്കും. ഓക്കെ, ഇനി ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനം. ഓക്കെ, ബാലാവകാശ സംരക്ഷണം നവംബർ 20. ബാലവേല ജൂൺ 12. ഇനി ഇതെപ്പോഴും ചോദിക്കാറുള്ളതാണ്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് 1098. പോക്സോ ആക്ട് 2012. ഇതിപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ്. പോക്സോ ആക്ട് 2012. ഇതിൻ്റെ ഡെഫിനിഷനാണ്: ലിംഗപദവി വ്യത്യാസം ഇല്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം 2012. അടുത്ത പോയിന്റും ചോദിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഈ നിയമം നടപ്പിലാക്കി. അപ്പോൾ കുട്ടികളുടെ അവകാശ ഉടമ്പടി വന്നത് 1989. ഓക്കെ, അതുപോലെ പോക്സോൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ്. ഇതാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, നിയമവാഴ്ച, അതിൻ്റെ മീനിങ്: നിയമത്തിന് മുന്നിൽ എല്ലാ പൗരനും തുല്യരാണ്. നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച. ക്രമസമാധാനമാണ് പോലീസിൻ്റെ ചുമതല. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ശിക്ഷ വിധിക്കുന്നതിനും അധികാരം കോടതികൾക്കാണ്. ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ന്യൂഡൽഹിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇനി കേരള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. എറണാകുളത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സുപ്രീം കോടതിയുടെ താഴെയാണ് ഹൈക്കോടതി. ഹൈക്കോടതിയുടെ താഴെയാണ് ജില്ലാ കോടതി. അതിന് താഴെ കുറച്ച് കീഴ്ക്കോടതികളുണ്ട്. നിയമത്തിൻ്റെ പരമാധികാരം. നിയമങ്ങളുടെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് കോടതികളുടെ മുഖ്യ ചുമതല. അപ്പോൾ കോടതികളുടെ മുഖ്യ ചുമതല എന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ എന്താ പറയുക? നിയമത്തിൻ്റെ പരമാധികാരം ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്രയുമാണ് സെക്കൻഡ് പാർട്ടിലുള്ള പോയിന്റുകൾ.